കന്നഡയിലും ഭക്തിയുടെ പാലം പണിയുന്ന നന്ദഗോവിന്ദം ഭജൻസ്. നവീൻ ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാരെയും നമുക്ക് കൈയടിച്ച് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. ഈ രാത്രി ഭക്തിയുടെയും സംഗീതത്തിന്റെയും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി മാറും. വേദിയിലേക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ കലാകാരന്മാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഈ ഭക്തിസാന്ദ്രമായ രാവിലെ സംഗീതത്തിന്റെ മധുരം കൊണ്ട് നിറക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിലെ നമുക്കായി തുറന്നു തരുന്നത് അവരുടെ സ്വരമാധുരിയിൽ നമ്മുടെ ചിന്തം കളി കുളിര് അണിയട്ടെ. അവരുടെ താളവിന്യാസത്തിൽ നമ്മുടെ ഭജൻസ് സംഗീതത്തിന്റെ സർവ്വമായി നിങ്ങൾ നൽകിയ ഈ സ്നേഹവും പിന്തുണയുമാണ് നമ്മുടെ ഈ സംഗീത സന്ധ്യ ഏറ്റവും വലിയ വിജയം. ഇന്ന് നമ്മെ ആനന്ദിപ്പിക്കുന്നത് കേവലം ഒരു ഗാനസംഘമല്ല, ഭക്തി കാണാനാവലത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയ യുവത്വത്തിന്റെ ഈണമാണ് നമ്മുടെ പ്രിയപ്പെട്ട നന്ദഗോവിന്ദം ഭജൻസ്. അവരുടെ സംഗീതം ഒരു മഴ പോലെയാണ്. നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ കഴുകിക്കളഞ്ഞ് ആനന്ദത്തിന്റെ കുളിർമഴ നൽകുന്നത് അവരുടെ ഓരോ ഈണവും സംഗീതത്തിന്റെ സൗകര്യത്തിൽ നമുക്കൊന്നായി ലയിക്കുകയാണ്. അതിനാൽ വരും മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സ്മൃതിലയങ്ങളായിരിക്കും. ഈ ഈണങ്ങളിൽ ആറാടി ഈ മതങ്ങൾ അനുഭൂതിപൂർണ്ണമായി ആസ്വദിക്കുവാൻ ഏവർക്കും സ്നേഹസ്വാഗതം. അതൊക്കെ കാത്തിരിക്കാം. ആ ദിവ്യനാദത്തിനായി നന്ദഗോവിന്ദം ഭജൻസിന്റെ സംഗീത കേരള ദിനേശ് പിടി ചെയർമാൻ ശ്രീ ദിനേശ് ബാബുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തകൻ വത്സൻ തില്ലങ്കേരിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഈ മഹാസംഗമത്തിൽ ഒത്തുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാ ഇവിടെ രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ വേർതിരിവുകളില്ലാതെ ഒരേ മനസ്സോടെ ഒരൊറ്റ ലക്ഷ്യത്തിനായി നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. അതാണ് മനുഷ്യബന്ധങ്ങളുടെ മാധുര്യം. ഇത് നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്നത് നന്ദനായി മാത്രം കാണാൻ സാധിക്കില്ല. കാരണം അവർ അവതരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമായ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ്. സംഗീതത്തിന് അതിരുകളില്ല. സംഗീതത്തിന് അതിരുകളില്ല. സംഗീതം ഒരു ഭാഷയാണ്. അത് മതമോ ജാതിയോ ദേശമോ നോക്കാതെ എല്ലാവരുടെയും ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നു. നന്ദഗോവിന്ദത്തിന്റെ സർഗസംഗീതം ഒരു പുഴ പോലെയാണ്. എല്ലാ തൊട്ടിലൂടെയും ഒഴുകി എല്ലാവർക്കും ദാഹജലം നൽകി ഒടുവിൽ ഒരൊറ്റ മഹാസാഗരത്തിൽ ലയിക്കുന്നു. അവരുടെ ഈണങ്ങളിൽ കുശമിവ